ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ട ഇൻഗ്രീഡിയൻസ്: ചെമ്മീൻ 600 ഗ്രാം കഴുകി വൃത്തിയാക്കിയെടുത്തത്, 3 സവോള നീളത്തിലരിഞ്ഞത്, 2 കപ്പ് അരി വെള്ളത്തിൽ കുതിർത്ത് വെള്ളം വാർന്നു വെച്ചതാണിത്, ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് 3 ടേബിൾ സ്പൂൺ, വെളുത്തുള്ളി അരിഞ്ഞത് 3 ടേബിൾ സ്പൂൺ, പച്ചമുളക് 6 എണ്ണം എടുത്തിട്ടുണ്ട്, ഒരു വലിയ തക്കാളി മുറിച്ച് വെച്ചിട്ടുണ്ട്, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, മുളക് പൊടി 1/4 ടീസ്പൂൺ, മല്ലിപ്പൊടി 2 ടേബിൾ സ്പൂൺ, ഗരം മസാല, കുരുമുളക് പൊടി ഇത് രണ്ടും 2 ടീസ്പൂൺ വെച്ചുണ്ട്. പിന്നെ ഉപ്പ് വേണം, കുറച്ച് വെള്ളം ആവശ്യമുണ്ട്, പട്ട, ഗ്രാമ്പു, ഏലക്ക ഇത് ഓരോരുത്തരുടെ ആവശ്യത്തിന് എടുക്കാം. ഇത് കുറച്ച് കുങ്കുമപ്പൂ 3 ടേബിൾ സ്പൂൺ പാലില് കലക്കി വെച്ചിട്ടുണ്ട്. പിന്നെ വറുത്തിടാനായിട്ട് 1 സവോള നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്, നട്ട്സ് വേണം, റൈസിൻസ് വേണം, നെയ്യ് ആവശ്യത്തിന്, ഒരു ഹാഫ് നാരങ്ങ എടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് ഈ പ്രോൺസ് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അതിനായിട്ട് നമുക്ക് ഇതിലേക്ക് ഈ മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, മുളക് പൊടി ഇതിന്ന് കുറേശ്ശെ ചേർത്തിട്ട് ഉപ്പും കൂടെ ചേർത്ത് നമുക്കിത് പെരട്ടി വെക്കാം. നമ്മൾ പ്രോൺസിൽ മസാല തേച്ച് വെച്ചിട്ടുണ്ട്. ഇതിങ്ങനെ കുറച്ചു നേരം ഇരിക്കട്ടെ, നമുക്കിനി റൈസ് ഉണ്ടാക്കാം. നമ്മൾ സ്റ്റൗ ഓണാക്കി ഒരു കടായി വെച്ചിട്ടുണ്ട്. അരി ഫ്രൈ ചെയ്യുന്നതിന് മുമ്പേ നമുക്ക് ആദ്യം ഈ നട്ട്സും റൈസിൻസും ഈ ഉള്ളിയും കൂടെ ഒന്ന് വറുത്തെടുത്ത് മാറ്റി വെക്കാം. നമുക്ക് ഈ പാനിലേക്ക് കുറച്ച് നെയ്യ് ഒഴിക്കാം. നെയ്യ് ചൂടായിട്ടുണ്ട്, നമുക്ക് ഇതിലേക്ക് എടുത്തു വെച്ചേക്കുന്ന നട്ട്സ് ഇടാം. നട്ട്സ് ചെറുതായിട്ട് മൂത്ത് തുടങ്ങിയിട്ടുണ്ട്, നമുക്ക് ഇതിലേക്ക് ഇനി റൈസിൻസ് കൂടി ഇട്ട് കൊടുക്കാം. നമുക്കിത് നെയ്യിൽ നിന്ന് എടുക്കാം. ഇനി നട്ട്സും റൈസിൻസും എടുത്ത് മാറ്റിയതിനു ശേഷം നമ്മൾ ഈ പാനിലേക്ക് കുറച്ച് വെജിറ്റബിൾ ഓയിലൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്കിനി ആ എടുത്ത് വെച്ചേക്കുന്ന സവോള ഒന്ന് വറുത്തെടുക്കാം. ഉള്ളി നന്നായിട്ട് മൂത്തിട്ടുണ്ട്, നമുക്കിനി ഇത് എണ്ണയിൽ നിന്ന് എടുക്കാം. നമുക്കിനി അരി വറുത്തെടുക്കാം. അരി വറുക്കാനായിട്ട് ആവശ്യമുള്ളത്ര എണ്ണ പാനിലുള്ളൂ. ഇപ്പം ബാക്കി നമ്മൾ മാറ്റിയിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് എടുത്തു വെച്ചേക്കുന്ന പട്ട, ഗ്രാമ്പു, ഏലക്ക ഇടാം ആദ്യം. നമുക്കിതിലേക്ക് ഇനി വെള്ളം വാർന്നു വെച്ചേക്കുന്ന 2 കപ്പ് അരി ചേർക്കാം. നമുക്ക് നന്നായിട്ട് ഫ്രൈ ചെയ്യാം ആദ്യം. നേരത്തെ പറയാൻ വിട്ടുപോയതാ, ഇത് അരി ബാസ്മതി റൈസ് തന്നെയാണ് എടുത്തേക്കുന്നത്. അരി അത്യാവശ്യം ഫ്രൈ ആയിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ഇനി 4 കപ്പ് വെള്ളം ചേർക്കാം. ഇത് വേകാൻ ആവശ്യത്തിനുള്ള വെള്ളം. നമുക്കിതിലേക്ക് ഉപ്പ് ചേർക്കാം. നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരുന്ന നാരങ്ങയുടെ നീരും കൂടെ ചേർക്കാം ഇതിലേക്ക്. നമുക്ക് നന്നായിട്ട് ഇളക്കാം. ഇത് തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. നമുക്കിനി ഇത് ചെറിയ തീയിൽ അടച്ചു വെച്ച് വേണം വേവിക്കാൻ. നമുക്ക് റൈസ് ഇടയ്ക്ക് നോക്കാം.
റൈസ് ഒരു 3/4 ഭാഗം വെന്തിട്ടുണ്ട്. ഇനി കുറച്ചും കൂടെ ഉണ്ട്. നമുക്ക് കുറച്ച് നേരം കൂടി ഇനി അടച്ചു വയ്ക്കാം. അരി വേകുന്ന സമയം കൊണ്ട് നമ്മൾ നേരത്തെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ് ചേർത്ത് മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന പ്രോൺസ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ സ്റ്റൗവിൽ ഒരു ഫ്രൈങ് പാൻ വെച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. നമുക്കിനി പ്രോൺസ് ഇടാം ഇതിലേക്ക്. നമുക്ക് റൈസ് ഒന്നുകൂടെ നോക്കാം. റൈസ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്കിനി ഇതിന്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. പ്രോൺസ് നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. നമ്മൾ പ്രോൺസ് എല്ലാം തിരിച്ചിട്ടിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് നേരം കൂടെ ഇങ്ങനെ ഇരുന്ന് ഫ്രൈ ആവട്ടെ. പ്രോൺസ് ആയിട്ടുണ്ട്. നമുക്കിനി ഇത് എണ്ണയിൽ നിന്ന് എടുക്കാം. പ്രോൺസ് നമ്മൾ വറുത്ത് മാറ്റിയിട്ടുണ്ട്. നമുക്കിനി ഈ ബിരിയാണിക്കുള്ള ബാക്കി മസാല റെഡിയാക്കാം. നമ്മൾ മസാല ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് വീണ്ടും ഒരു പാൻ എടുത്ത് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. നേരത്തെ പ്രോൺസ് വറുത്ത എണ്ണയും പിന്നെ കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ചിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ആദ്യം സവാള ഇടാം. നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന 3 വലിയ സവാളയാണിത്. ഉള്ളി ഒന്ന് വാടി തുടങ്ങിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് എടുത്തു വെച്ചേക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതെല്ലാം ചേർക്കാം. നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരുന്ന 3 ടേബിൾ സ്പൂൺ ഇഞ്ചി, അതുപോലെ തന്നെ നമ്മൾ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. 6 പച്ചമുളക്. നമുക്കിനി ഇതെല്ലാം കൂടെ ഒരുമിച്ച് വഴറ്റാം. നമുക്ക് ഇതിലേക്ക് ഇനി കുറച്ച് ഉപ്പ് കൂടെ ചേർക്കാം. ഉള്ളി ഇത്രയും വഴന്നാൽ മതി. നമുക്കിനി ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന പൊടികൾ ചേർക്കാം. നമുക്ക് ആദ്യം മഞ്ഞൾപ്പൊടി ഇടാം ഇതിലേക്ക്. ഇനി മല്ലിപ്പൊടി ഇടാം. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇതിന്. മുളക് പൊടി, കുരുമുളക് പൊടി ഇടാം. നമുക്ക് മസാലയും കൂടി ഇടാം. നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി മസാലയുടെയൊക്കെ പച്ചമണം മാറിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഇനി എടുത്തു വെച്ചേക്കുന്ന തക്കാളി ചേർക്കാം. നമുക്കിതിലേക്ക് ഇനി 1 കപ്പ് വെള്ളം ചേർക്കാം.
നമുക്ക് മസാലയിലേക്ക് കുറച്ച് ഉപ്പൂടെ ചേർക്കാം. നമുക്കിനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ചേക്കുന്ന പ്രോൺസ് ചേർക്കാം. നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു ലോ ഫ്ലെയിമിൽ ഒരു 3 മിനിറ്റ് നമുക്കൊന്ന് അടച്ചു വയ്ക്കാം. പ്രോൺസ് മസാല റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതിൻ്റെ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം. നമുക്കിനി ബിരിയാണി സെറ്റ് ചെയ്യാം. നമ്മൾ അതിനായിട്ട് ആ പാനിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് കുറച്ച് മസാല ഇടാം. ആദ്യം നമുക്കിതിന്റെ മുകളിലേക്ക് റൈസ് ഇടാം. കുറച്ച് ഇതിന്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് സാഫ്രൺ മിൽക്ക് ഒഴിക്കാം. ഇനി നമുക്കിനി കുറച്ച് മസാല ഇടാം ഇതിന്റെ മുകളിൽ. നമുക്കിനി ഇതിന്റെ മുകളിൽ വീണ്ടും റൈസ് ഇടാം. നമുക്ക് വീണ്ടും കുറച്ച് സാഫ്രൺ മിൽക്ക് ഒഴിക്കാം. നമുക്ക് മസാല ഇടാം. ഇനി ഒരു ലെയറും കൂടെ ഉള്ളു. അപ്പൊ നമുക്ക് ബാക്കിയുള്ള മസാല എല്ലാം കൂടെ നമുക്കിപ്പോൾ ഇടാം. നമുക്കിനി ബാക്കിയുള്ള റൈസ് ഇതിന്റെ മുകളിലേക്ക് ഇടാം. നമുക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നമുക്കിനി ബാക്കിയുള്ള സാഫ്രൺ മിൽക്ക് ഒഴിക്കാം. ഇനി ഇതിന്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരുന്ന നട്ട്സും റേസിൻസും ആ ഉള്ളിയും കൂടെ ഇടാം. നമുക്കിനി ഇത് ചെറിയ തീയിൽ 5 മിനിറ്റ് നേരം അടച്ചു വെക്കണം. ഇപ്പൊ ഇത് ലോ ഫ്ലെയിമിൽ 5 മിനിറ്റ് നേരമായി ഇങ്ങനെ ഇരിക്കാൻ തുടങ്ങിയിട്ട് നമുക്കിനി ഇത് തുറന്ന് നോക്കാം. നമ്മുടെ പ്രോൺസ് ബിരിയാണി റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് ഇളക്കിയെടുക്കാം. പ്രോൺസ് ബിരിയാണി റെഡി ആയിട്ടുണ്ട്.